മെമ്പറെ തല്ലല്ലേ ഞാനവിടെ മെമ്പറെ ഓടല്ലേ ഞാനാ പ്രകാശനാ. ആഹാ നീ ആയിരുന്നു. എന്തോണ്ടാ വിശേഷം? ഹലോ സാറേ, ഇന്ന് തന്നെ തീർത്തേക്കാൻ ചോരെടുത്ത്. ഞാനല്ലേ സാറേ ഏറ്റവും ചെയ്തോളാം സാറേ. ഇറക്കണം ഇലക്ഷൻ ആയിക്കൊണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചതാ, സമയമേ ഇല്ല. മെമ്പറെ ഈ വിലക്കേന്റെ കയറി കുറെ കപ്പ് കാട്ടി എല്ലാം പന്നി കൊണ്ട് നശിപ്പിച്ചു. എന്തേലും മാർഗം ഉണ്ടോ മെമ്പറെ? എന്നാ താനൊരു ബോർഡ് വെക്ക്. എന്ത് ബോർഡ്? പന്നിക്ക് പ്രവേശനം ഇല്ലെന്ന്. എന്നാ പിന്നെ ഞങ്ങളും ബോർഡ് വെക്കുമല്ലോ, രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലെന്ന്. സാരമില്ല പ്രകാശം, ഞാൻ വന്ന് കാവൽ നിൽക്കാം. വോട്ട് കഴിഞ്ഞ് തരണം. ആ മെമ്പർ പലയിടത്തും കാവൽ വയ്ക്കുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട്. മെമ്പറെ വീടുകളിലൊന്നും വെള്ളമില്ല, ആ കനാലിലും വെള്ളം തുറന്നു വിടുക. നിങ്ങൾ പേടിക്കണ്ട, കനാലിൽ ഞാൻ ടാങ്കറിൽ കൊണ്ടുവന്ന് വെള്ളം തരാം. പക്ഷെ വോട്ടിങ് തരണം. ഗ്രൂപ്പ് വെള്ളം പോലും കൊടുക്കാത്തവനാ കനാലി വെള്ളം നിറയ്ക്കാൻ പോകുന്നു. വൈകിട്ട് അകത്തോട്ട് പോകാനുള്ള വെള്ളത്തിനാ പെടാപ്പാട് വരുന്നത്. അപ്പോൾ അവന്റെ കനാലിലേക്ക് ഒരു വെള്ളം. എടാ പേപ്പറിൽ എഴുതി തീർക്കണം, വൈകിട്ട് ജാഥയുള്ളതാ. നമസ്കാരം മാഡം മാഷേ. നമസ്കാരം പറയും. എങ്ങനെയുണ്ട് പൊതുപ്രവർത്തനം ചെയ്തതൊക്കെ? നല്ല രീതിയിൽ പോകുന്നു മാഷെ. മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നു. എടാ രവിയെ, എടാ ക്ലാസ്സിൽ തീരുമാനായ നീ നല്ല ലെവലിൽ. വേണ്ട, എന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അവന് കാതിൽ മിടുക്കനായിരുന്നു. അവൻ അവിടെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ അവസ്ഥകളെ. മാഷെ ശരി മാഷെ. നിന്നെയൊക്കെ പഠിപ്പിച്ച എന്നോട് തന്നെ എനിക്ക് ലജ്ജ പോകുന്നു. എടാ നല്ലപോലെ ഒന്ന് ഉരുട്ടി എഴുതടാ. അങ്ങനെ 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 ഉരുട്ടെ ഉരുട്ടെ ഉരുട്ടെ. നീ ഗോപാലിന്റെ മോനല്ലേ? അങ്കിൾ, ഞാൻ മലയാളി അല്ല, ബംഗാളി. ബംഗാളി. ബംഗാളി? എടാ ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇവിടെ ജോലി ഇല്ലാതെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു. നീയൊക്കെ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. കേരളത്തിന്റെ ഓരോ അവസ്ഥയെ. അങ്കിൾ, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാം. ഇനിയുള്ള കാലത്ത് നമ്മുടെ സ്കൂളുകളിലെ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഈ ബംഗാളികളായിരുന്നു. എടാ കഴിഞ്ഞില്ലയോ ഇതുവരെ? വൈകിട്ട് ജാഥയ്ക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ? ചേട്ടാ കുറച്ചാളൂടെ വേണം. ഇപ്പൊ ഞാൻ ഒരാളെ കൂടെ റെഡിയാക്കി തരാം. ഓ അങ്കിൾ, വൈകിട്ടൊരു ജാഥയുണ്ട്. വന്നാ 500 രൂപയും ഒരു ബിരിയാണിയും തരാം. ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ല. ഒരു കാലത്ത് ഇമാരൊക്കെ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി.